ക്രിസ്തുവിന് സാക്ഷ്യം പറഞ്ഞതിന്റെ പേരിൽ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുക എന്ന ക്രിസ്തുവചനം ജീവിതത്തിൽ പകർത്തിയതിന്റെ പേരിൽ സംഘപരിവാറുകാരനാലും അവന്റെ ആശ്രിതന്മാരാലും കൊല ചെയ്യപ്പെട്ട് ചുടുചോര ഭാരത മണ്ണിൽ ഒഴുക്കിയ ഈ ഭൂമിക്കടിയിൽ കിടന്ന് നിലവിളിക്കുന്ന ഒരുപാട് ക്രിസ്ത്യാനികളുടെ നെഞ്ചിൽ ചവിട്ടി തന്നെയാണ് കേരളത്തിൽ പലരെങ്കിലും ഇപ്പോൾ BJP സ്നേഹം പുലമ്പുന്നത്. കേവലം മുസ്ലിം വിരോധത്തിന്റെ പേരിൽ സംഘപരിവാറുകാരനും BJPക്കാരനും ഭാരത മണ്ണിൽ ക്രിസ്ത്യാനികളെ ഇല്ലായ്മ ചെയ്തതിന്റെ ചരിത്രത്തിന്റെ ചങ്കും മത്തകയും അറിയാത്ത ക്രിസ്ത്യാനികൾ സ്നേഹയാത്ര എന്ന് പറഞ്ഞ് കാപട്യത്തിന്റെ യാത്ര നടത്തി വീട്ടിലേക്ക് കേക്കും വൈനുമായി വരുന്ന BJPക്കാരന് പച്ചപ്പരവതാനി വിരിക്കുന്നതിന് മുമ്പ്, അവൻ വോട്ട് കൊടുക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് ചില ചോദ്യങ്ങൾ അവനോട് ചോദിക്കണം. നെഞ്ചത്ത് കൈവച്ച് അവൻ ഉത്തരം പറയാൻ സാധിക്കത്തില്ല എന്ന് തന്നെയാണ് സത്യം. ക്രിസ്തുവിന്റെ സ്നേഹം ജീവിതത്തിൽ പകർത്തിയ മദർ തെരേസ എന്ന പാവങ്ങളുടെ അമ്മ, കൊൽക്കത്തയുടെ നായിക, ഭാരതത്തിന്റെ നായിക, അവർ ഈ രാജ്യത്തേക്ക് വന്നത് കേവലം മതപരിവർത്തനത്തിന് വേണ്ടിയാണെന്നും രോഗികളെ സൗഖ്യപ്പെടുത്താനല്ലെന്നും നാഴിക്ക് 40 വട്ടം പറഞ്ഞ BJPക്കാരനും സംഘപരിവാറുകാരനും രോഗികളെയും പീഡിതനെയും പാവപ്പെട്ടവരെയും ചേർത്ത് പിടിച്ച സ്ത്രീ, കുഷ്ഠരോഗികളുടെ വ്രണം സുഖപ്പെടുത്തിയതിൽ ചുംബിച്ച സ്ത്രീ, അവർക്ക് ഭാരത സർക്കാർ നൽകിയ ഭാരരക്തം തിരിച്ചെടുക്കണമെന്ന് RSSകാരൻ പറഞ്ഞു. ആ പറഞ്ഞതിനെ ഇപ്പോഴും നിന്റെ വീട്ടിലേക്ക് വരുന്ന BJPക്കാരൻ ന്യായീകരിക്കുന്നുണ്ടോ? ആ RSSകാരനെ തള്ളിപ്പറയുള്ള ചങ്കൂറ്റമുണ്ടോ എന്ന് ഈ BJPക്കാരന് പച്ചപ്പരവതാനി വിരിക്കുന്ന ഒരു ചോദ്യം ചോദിക്കണം. അങ്ങനെ ചോദിച്ച് അങ്ങനെ മദർ തെരേസയെ തള്ളിപ്പറഞ്ഞ RSSകാരനെ ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല എന്നൊരു BJPക്കാരൻ പറയാൻ സാധിച്ചാൽ ഇവന്റെ സ്നേഹത്തിന് അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 1999 വർഷത്തിൽ ഭാരതത്തിൽ മനസാക്ഷിയുള്ള മക്കൾ കരഞ്ഞു വിലപിച്ചുകൊണ്ട് കേട്ടൊരു വാർത്തയുണ്ട്, അതിന്റെ ചിത്രമുണ്ട്. ഗ്രഹാം സ്റ്റെയിൻ എന്ന് പറയുന്ന മനുഷ്യൻ വാഹനത്തിൽ ഉറങ്ങിക്കിടന്ന ഗ്രഹാം സ്റ്റെയിനെയും അദ്ദേഹത്തിന്റെ 10 വയസ്സുകാരനും 6 വയസ്സുകാരനുമായ മക്കൾ ഫിലിപ്പിനെയും തിമോത്തിയെയും BJPയുടെ അനുഭാവ സംഘടനയായ ബജ്റംഗ് ദൾ പെട്രോൾ കത്തിച്ചു കളഞ്ഞ ആ ചിത്രവും വാർത്തയും ഇപ്പോഴും ഓർക്കുന്നുണ്ടെങ്കിൽ, ഭാരതത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹം പറഞ്ഞ ഗ്രഹാം സ്റ്റെയിനെയും മക്കളെയും തീവച്ചു കൊന്ന ബജ്റംഗ് ദളിനെ അതിപ്പോഴും ഞങ്ങളുടെ സംഘടനയിൽ തള്ളിപ്പറയാൻ നിന്റെ വീട്ടിലേക്ക് വരുന്ന BJPക്കാരന് സാധിക്കുമോ? അതിനുശേഷം അതിൽ പ്രതിയാക്കപ്പെട്ട, അതിൽ കുറ്റവാളിയാക്കപ്പെട്ട, ജയിൽ ശിക്ഷ അനുഭവിച്ച ധാരാവ് സിംഗ് എന്ന് പറയുന്ന മനുഷ്യന് ഇന്ത്യൻ പാർലമെന്റിലേക്ക് ടിക്കറ്റ് കൊടുത്ത BJPയുടെ നയം ഞങ്ങളുടെ നയമല്ല എന്ന് നിന്റെ വീട്ടിലേക്ക് വരുന്ന BJPക്കാരന് പറയാൻ സാധിക്കുമോ? ഇനി അതും വേണ്ട, RSSന്റെ ഗുരുജി ഗോൾവാർക്കർ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റുകാരെയും മുസ്ലിംസിനെയും ക്രിസ്ത്യാനികളെയും കൊന്നൊടുക്കിയാൽ മാത്രമേ ഇത് ഹിന്ദു രാഷ്ട്രമാവുകയുള്ളൂ എന്ന്. RSSകാരന്റെ തലച്ചോറിനെ സ്വാധീനിക്കുന്ന ഗുരുജി ഗോൾവാർക്കറിനെ തള്ളിപ്പറയാൻ, ആചാര്യനെ തള്ളിപ്പറയാൻ RSSന് സാധിക്കുമോ? ഇത്തരം ചോദ്യങ്ങൾ വീട്ടിലേക്ക് വരുന്ന BJPക്കാരനോട് ചോദിക്കണം. അതിനുള്ള ഉത്തരങ്ങൾ അവൻ തരണം. പറഞ്ഞു വരുന്ന പീഡനങ്ങളുടെ ചരിത്രം ഒരുപാടുണ്ട്. 1999 ഒറീഷയിലെ കന്ധമാൾ എന്ന് പറയുന്ന സ്ഥലത്ത് പൊട്ടിപ്പുറപ്പെട്ട അക്രമങ്ങൾ, തീവച്ചു കൊല്ലപ്പെട്ട 180ഓളം മനുഷ്യ ജന്മങ്ങൾ, അതിനുശേഷം 2007 ഒഡീഷയിൽ റണാലയിൽ ക്രിസ്മസ് ദിനത്തിൽ അരങ്ങേറിയ അക്രമങ്ങൾ, തീവെക്കപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തകർക്കപ്പെട്ട കുരിശടികൾ, പള്ളികൾ, അതിനുശേഷം കർണാടകയിലെ ഉടുപ്പിയിലും ചിക്കമംഗലൂരിലും പൊട്ടിപ്പുറപ്പെട്ട എത്രയോ ക്രിസ്ത്യൻ കലാപങ്ങൾ, അഗ്നിക്കിരയാക്കിയ വീടുകൾ, ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീകൾ, അവിടെയൊക്കെ പ്രതിസ്ഥാനത്ത് ഒരുപക്ഷെ BJPയുടെ അനുഭാവ സംഘടന RSSും ബജ്റംഗ് ദളും ഒക്കെയായിരുന്നു. ഇവരെയൊക്കെ തള്ളി പറഞ്ഞിട്ടാണോ BJPക്കാരൻ നിനക്ക് ക്രിസ്മസ് കേക്കും വൈനുമായി നിന്റെ വോട്ട് പിടിക്കാൻ ഈ നിന്റെ വീട്ടിലേക്ക് വരുന്നത് എന്ന് ഉറപ്പിച്ചിട്ട് വേണം നീ അവന്റെ പാളയത്തിലേക്ക് പോകാൻ. രാഷ്ട്രീയമായ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ കൈ നനയാതെ മീൻ പിടിക്കാൻ വേണ്ടി കേവലം മുസ്ലിം വിരോധത്തിന്റെ പേരിൽ മാത്രം BJPയുടെ പാളയത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ക്രിസ്ത്യാനികൾ ഈ ചോദ്യങ്ങളുടെ ഉത്തരം തേടിയില്ല എങ്കിൽ ഭാരതത്തിന്റെ മണ്ണിൽ ഈ നാടിനു വേണ്ടി കഷ്ടപ്പെട്ട് സംസാരിച്ച ഒരുപാട് മനുഷ്യജന്മങ്ങളുടെ പ്രാക്കും അവന്റെ ശാപവും നിന്റെ തലമുറയെ വിടാതെ പിന്തുടരുക ചെയ്യും.